ഇങ്ങനെ പിണറായി മഹാരാജാവ് ഭരിക്കുന്ന കേരളത്തിൽ അദ്ദേഹത്തിനെതിരെ സംസാരിക്കുന്ന ആൾക്കാരുടെയൊക്കെ വാമൂടി കെട്ടുക എന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല. അതെങ്ങനെ വിടാൻ പറ്റും? തെമ്മാടത്തിനൊന്ന് ഒരിക്കൽ പറഞ്ഞാൽ മതിയോ? അല്ലെങ്കിൽ പിണറായി വിജയൻ ഒരു ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളുടെ യാതൊരു ഗുണവുമില്ലാത്ത ഒരുവനാണ് എന്ന് സംശയമുണ്ടോ? ഒരു ഗുണമില്ലാത്ത കേസും കാര്യങ്ങളുമല്ല ഞാൻ ഇപ്പോൾ ഇവിടെ സംസാരിക്കാമെന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് CPM-ന്റെ അന്തം കമ്മികളും ആദ്യം മനസ്സിലാക്കണം. നമ്മൾ ഒരാളെ സഹായിക്കുന്നത് ഈ സഖാക്കന്മാരുടെ നടക്കുന്ന നാട് മുഴുവൻ തെണ്ടിത്തിരിച്ച് ആൾക്കാരെ പിരിച്ചിട്ട് പറ്റിച്ചിട്ടല്ല. നീയൊക്കെ ബക്കറ്റും എടുത്ത് നടന്ന് നാട്ടുകാരെ ഭീഷണിപ്പെടുത്തിയും പിരിച്ചും അതിന്റെ 50% പുട്ടടിച്ചിട്ട് 50% ചെലവഴിച്ചതിന് ശേഷം ആ ചെലവഴിച്ച 50%ന്റെ മഹത്വം വിളിച്ചോതുന്ന തെമ്മാടിത്തരങ്ങളല്ല. അവനവൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം മറ്റൊരാൾക്ക് സന്തോഷപൂർവ്വം കൊടുത്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ അതിന് കിടക്കുന്നു. അല്ല സുഹൃത്തെ, നിങ്ങളെപ്പോലെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലെ എന്തെങ്കിലും കാരണം പറഞ്ഞു റെസീറ്റ് ബുക്കുമായിട്ട് ഇറങ്ങും. പലരും ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്നതും പണം തരുന്നതും പേടിച്ചിട്ടാ. ഉപദ്രവം ഉണ്ടാക്കാൻ നിങ്ങൾ മതിയല്ലോ ധാരാളം. മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന കാര്യത്തിനല്ലാതെ ഒരു പൈസ ഞാൻ തരില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു വീട് വെച്ചു കൊടുക്കാം, എന്റെ സ്വന്തം പൈസയിൽ നിന്ന് ഞാനൊരു വീട് വെച്ചു കൊടുക്കാം എന്ന് പറയുമ്പോൾ അഖിൽ മാരാർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഞാൻ പൈസ കൊടുത്തില്ല എന്ന കാരണം ഒരൊറ്റ കാരണം കൊണ്ട് ആക്ഷേപിച്ച് അല്ലെങ്കിൽ അനാവശ്യമായിട്ട് വിവാദങ്ങളും കള്ളത്തരങ്ങളും തുറന്നാൽ കള്ളത്തരം മാത്രം പറയുന്ന കുറേ ജന്മങ്ങളാണ് ഇവരെന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു സംശയവും വേണ്ട. ഒരു ഉളുപ്പുമില്ലാതെ കള്ളത്തരം. ഇപ്പം നിയമസഭയിൽ മുണ്ടുപൊക്കി അവിടെ കടന്ന് ആറാടി സകല തെമ്മാടിത്തരങ്ങളും കേരള ജനത മുഴുവൻ കണ്ടിട്ടും ഒരു പ്രശ്നങ്ങളും ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ് ഇവരെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. പക്ഷേ ഇവിടെ ഇപ്പൊ നടന്നു വരുന്ന രൂപത്തിലുള്ള ഒരു പ്രതിഷേധവും ഈ സഭയിൽ ഉണ്ടായിട്ടില്ല. ഇത് എങ്ങനെ എന്തൊരു കോൺഫിഡൻസ് ആണെന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങൾ ഇത് പറയുന്നതിന് എന്തുമാത്രം ധൈര്യം ഉണ്ടെങ്കിലാണ് ഇങ്ങനെ പറയാൻ പറ്റുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കഴിഞ്ഞ കാലങ്ങളിൽ ഏത് രീതിയിൽ വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ട്, വിവരാവകാശ രേഖ ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വ്യക്തിക്ക് കൊടുത്തെന്ന് അറിയാനുള്ള യാതൊരു സോഴ്സുമില്ല. വല്ലവരും കേൾക്കും, വല്ലവരുടെ കക്ക വല്ലവരും പറയുന്ന കേൾക്കാൻ പാടില്ല. KSFക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് കൊടുത്തത് 81.43 കോടി രൂപയാണ്. 81.43 കോടി രൂപ KSFക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുത്തതായിട്ട് വെബ്സൈറ്റിൽ കാണിക്കുന്നു. ഫുഡ് ഗ്രെയിൻസും മറ്റും മേടിക്കാൻ വേണ്ടിയിട്ട് സിവിൽ സപ്ലൈസസിന് 450 കോടി രൂപ കോവിഡിന്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിച്ചാലോ? ഉള്ള ഫണ്ടും ഇല്ല. അതിൽ മുഖ്യമന്ത്രി കൊടുത്തിട്ട് വേണോ ഫുഡ് മേടിക്കാൻ എന്നുള്ള ഒരു സംശയം രണ്ടാമത് മാറ്റിവെക്കുന്നു. സഹകരണ മേഖലയിലെ ബാധ്യതകൾ പരിഹരിക്കാൻ, സാമ്പത്തിക ബാധ്യതകൾ പരിഹരിക്കാൻ 147.82 കോടി രൂപ പറഞ്ഞു കൊടുക്കണ. ഏതൊക്കെ വ്യക്തികളുടെ കടങ്ങൾ തീർക്കാനാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്കറിയണം. ഞാൻ പെട്ടു. ഇനി ഞങ്ങളത് വെച്ചു കൊടുക്കുന്നില്ല, ഞങ്ങളിത് മുഖ്യമന്ത്രിക്ക് തന്നെ നൽകിയേക്കാം. പക്ഷേ ഇന്നലകളിൽ ചെലവഴിച്ചിട്ടുള്ള കണക്കുകൾ ആർക്കൊക്കെ കൊടുത്തു, ഏതൊക്കെ പ്രദേശത്ത് കൊടുത്തു, എന്തിനു കൊടുത്തു എന്നുള്ളതിന്റെ കൃത്യമായ കണക്കുകൾ പുറത്തു വിട്ടുകൊണ്ട് ബില്ലൊന്നും വാങ്ങിക്കാറില്ല. നമ്മള് പതിവുകാരായതുകൊണ്ട് വായിൽ എഴുതി കൂട്ടും. ആത്മാഭിമാനത്തോടു കൂടിയിട്ട് നിങ്ങൾ കേരള ജനതയോട് പറയൂ, ഞങ്ങൾ സത്യസന്ധരാണ്. അങ്ങനെ പറയരുത്. തള്ളിന് വേണ്ടിയിട്ട് പോയി അടിക്കില്ല. എന്റെ മടിയിൽ കനമില്ല, ഇയാളുടെ മടിയുടെ അത്രയും കനം കേരളത്തിലെ ജനങ്ങളുടെ ആരുടെ കയ്യിലും ഇല്ല എന്ന് ഇന്ന് കേരളത്തിൽ ജനങ്ങൾക്കും അറിയാം, പാർട്ടിയിലെ പലർക്കും അറിയാം. മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾ സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ്. നിങ്ങളെ എനിക്ക് വ്യക്തിപരമായ വിശ്വാസമില്ല, എനിക്ക് മാത്രമല്ല കേരളത്തിലെ നല്ലൊരു ശതമാനം ജനതയ്ക്ക് വിശ്വാസമില്ല എന്നത് ഒരു പരമമായ യാഥാർത്ഥ്യമാണ്. വേലിലിരുന്ന പാമ്പിനെ എടുത്ത് വച്ചു എന്ന് പറഞ്ഞ പോലെ ആയി.